വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. കാരണമില്ലാതെ എപ്പോഴും സങ്കടം തോന്നാറുണ്ടോ? വില്ലനാകുന്നത് ഈ ശീലങ്ങളാണ്. സങ്കടം ആരും ആഗ്രഹിക്കാത്തൊരു വികാരമാണ്. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളെ തട്ടിമറിച്ച് അടിക്കടി സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു പോകും. സങ്കടത്തിന് ഒരു പോസിറ്റീവ് വശവും സൗന്ദര്യവും ഉണ്ടെന്ന് കരുതി നമ്മൾ ആശ്വസിക്കും. അതിൽ നിന്നും ചില പാഠങ്ങൾ പഠിക്കും. സങ്കട ഗാനങ്ങളുടെ വശ്യത മറ്റൊന്നിനും ഇല്ലെന്നുള്ളതും സത്യമാണ്. പക്ഷെ വല്ലപ്പോഴും വന്നെത്തുന്ന സങ്കടത്തിനെ നമുക്ക് സൗന്ദര്യം കണ്ടെത്താനാകൂ. എന്നും സങ്കടപ്പെടേണ്ടി വരുന്ന അവസ്ഥ ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ചില ആളുകൾക്ക് എത്ര ശ്രമിച്ചാലും സങ്കടത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുകയില്ല. എത്രയൊക്കെ ആശ്വസിക്കാനും സന്തോഷിക്കാനും ശ്രമിച്ചാലും വിഷാദം അവരെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടേയിരിക്കും. അതിനുള്ള ചില കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശീലങ്ങളും വികാരങ്ങളും തമ്മിലുള്ള ബന്ധം. ജീവിതത്തിൽ നമ്മൾ പിന്തുടരുന്ന ചില ശീലങ്ങൾക്ക് നമ്മുടെ വൈകാരിക അവസ്ഥകളെ സ്വാധീനിക്കാൻ കഴിയും. ചില ശീലങ്ങൾ നമ്മുടെ സന്തോഷവും മാനസിക ക്ഷേമവും മെച്ചപ്പെടുത്തുമെങ്കിൽ മറ്റു ചില ശീലങ്ങൾ നമ്മെ എപ്പോഴും സങ്കടക്കടലിൽ താഴ്ത്തും. പലപ്പോഴും മൂടില്ലാത്ത അവസ്ഥയിലായിരിക്കും അവർ. സങ്കടത്തിന് കാരണമാകുന്ന നമ്മുടെ ചില ശീലങ്ങളെ തിരിച്ചറിഞ്ഞാൽ സന്തോഷവും പോസിറ്റിവിറ്റിയും നല്ല മൂഡും തിരിച്ചുപിടിക്കാൻ നമുക്ക് കഴിയും. അലസമായി ചടഞ്ഞിരിക്കൽ. ശരീരം അനങ്ങാതെ മടി പിടിച്ചിരിക്കുക എന്നത് സങ്കടത്തിന്റെയും വിഷാദത്തിന്റെയും പ്രധാന കാരണമാണ്. ദിവസവും എക്സസൈസ് ശരീരത്തിന് ഉണർവ് നൽകുകയും എന്തെങ്കിലും പ്രവർത്തികളോ ചെയ്താൽ ശരീരത്തിലെ എൻഡോർഫിന്റെ തോത് ഉയരും. ഇത് മൂഡ് മെച്ചപ്പെടുത്താനും ഹാപ്പിയായി ഇരിക്കാനും സഹായിക്കും. മടി പിടിച്ച് ശരീരം അനങ്ങാതെ ഇരുന്നാൽ എൻഡോർഫിൻ കൊണ്ടുള്ള ഈ ഗുണം നഷ്ടപ്പെടുമെന്ന് ഓർക്കുക. ഇത് മൊത്തത്തിലുള്ള മൂഡിനെ ബാധിക്കും. ദിവസവും അരമണിക്കൂർ എക്സസൈസിനായി മാറ്റിവെക്കുക. വെറുതെ നടക്കുകയോ സൈക്കിൾ ചവിട്ടുകയോ യോഗ ചെയ്യുകയോ ചെയ്യാം. കൃത്യതയില്ലാത്ത ഉറക്കം. ഉറക്കവും നമ്മുടെ മൂഡും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ആരോഗ്യകരമായ ഉറക്കശീലങ്ങളുടെ അഭാവം ഉറക്കത്തിന്റെ ഘട്ടങ്ങളെ അവതാളത്തിലാക്കും. ഇത് ക്ഷീണത്തിനും അസ്വസ്ഥതകൾക്കും മൂടില്ലായ്മയ്ക്കും കാരണമാകും. എന്നും കൃത്യസമയത്ത് ഉറങ്ങാതിരിക്കൽ, ഉറങ്ങുന്നതിന് മുമ്പ് ഫോൺ നോക്കുകയോ TV കാണുകയോ ചെയ്യുന്നത്, ഉറങ്ങാൻ നല്ല അന്തരീക്ഷം ഇല്ലാത്തത് എന്നിവയെല്ലാം പ്രശ്നമാണ്. നല്ല ഉറക്കചര്യം വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. എന്നും ഒരേ സമയത്ത് ഉറങ്ങുകയും ഒരേ സമയത്ത് എഴുന്നേൽക്കുകയും ചെയ്യുക. ഉറങ്ങുന്നതിന് മുമ്പ് പുസ്തകം വായിക്കുകയോ ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുകയോ ചെയ്യുക. മുറി വൃത്തിയോടെയും വെളിച്ചമില്ലാതെയും നിശബ്ദമായും ക്രമീകരിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് ഫോൺ നോക്കുന്നതും TV കാണുന്നതും കുറയ്ക്കുക. ഒറ്റപ്പെടൽ. ബന്ധങ്ങൾ കുറവ്. സാമൂഹികമായ ബന്ധങ്ങൾ നമ്മുടെ വൈകാരിക ക്ഷേമത്തെ സ്വാധീനിക്കുന്നുണ്ട്. തിരക്ക് പിടിച്ച ഇന്നത്തെ കാലത്ത് ആർക്കും അന്യോന്യം സംസാരിക്കാനോ ആഴത്തിൽ വിശേഷങ്ങൾ പങ്കുവെക്കാനോ കഴിയാറില്ല. ഇത് ആളുകളിൽ ഒറ്റപ്പെടലിന് കാരണമാകുന്നു. ജോലി തിരക്കോ വ്യക്തിപരമായ മുൻഗണനകളോ അല്ലെങ്കിൽ അമിതമായ ഡിജിറ്റൽ ഉപയോഗമോ കാരണം ആളുകളുടെ വ്യക്തിബന്ധങ്ങൾ കുറയുകയും അവരറിയാതെ അതിലൂടെ ഒറ്റപ്പെടൽ ഉണ്ടാകുകയും ചെയ്യുന്നു. മറ്റുള്ളവരുമായി ഇടപഴകുന്നതിന് സ്വന്തമായി പരിശ്രമിക്കുക. വീട്ടുകാരെയും കൂട്ടുകാരെയും ഫോണിലൂടെയെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വിളിച്ച് സംസാരിക്കുക. സമയം കിട്ടുന്നതനുസരിച്ച് ഒത്തുചേരലുകൾ നടത്തുക. അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗം. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇക്കാലത്ത് ബന്ധങ്ങൾ വളരുന്നതും നിലനിർത്തപ്പെടുന്നതും. എന്നാൽ അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗം മാനസികമായ പല രോഗാവസ്ഥകൾക്കും കാരണമാകുന്നു. മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തൽ, തൃപ്തിയില്ലായ്മ, സ്വയം കുറ്റപ്പെടുത്തൽ എന്നിവയെല്ലാം അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന്റെ ചില പരിണിത ഫലങ്ങളാണ്. സോഷ്യൽ മീഡിയ ഉപയോഗം കൃത്യമായി സമയം വെച്ച് നിയന്ത്രിക്കുക. ഏതെല്ലാം ഉള്ളടക്കങ്ങളാണ് തങ്ങൾക്ക് അനുയോജ്യമെന്ന് മനസ്സിലാക്കി മാത്രം കാണുക. സോഷ്യൽ മീഡിയ തന്നെ എങ്ങനെ ബാധിക്കുന്നുവെന്നും അടിക്കടി വിലയിരുത്തുക. അനാരോഗ്യകരമായ ഭക്ഷണം. കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ മൂഡിനെയും മാനസികാരോഗ്യത്തെയും കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. ഉയർന്ന തോതിൽ സംസ്കരിച്ച മാംസം, പഞ്ചസാര, അനാരോഗ്യകരമായ കൊഴുപ്പ് എന്നിവ ആഹാരത്തിൽ ഉണ്ടാകുന്നത് മൂഡ് മാറ്റങ്ങൾക്കും വിഷാദത്തിനും ഇടയാക്കുന്നു. പഴങ്ങൾ, പച്ചക്കറികൾ, നല്ല പ്രോട്ടീൻ, ആരോഗ്യമുള്ള കൊഴുപ്പ് തുടങ്ങിയ പോഷക സമ്പുഷ്ടമായ ആഹാരം കഴിച്ചാൽ അത് മൂഡും വൈകാരിക അവസ്ഥകളും മെച്ചപ്പെടുത്താൻ സഹായിക്കും. നെഗറ്റീവ് സെൽഫ് ടോക്ക്. നമ്മൾ എല്ലാവരും സ്വയം സംസാരിക്കുന്നവരാണ്. അത് പുറത്ത് കേൾക്കണമെന്നില്ല. പക്ഷെ നമ്മുടെ സംസാരം മുഴുവൻ സ്വയം കുറ്റപ്പെടുത്തലാണെങ്കിൽ അതെന്നും സങ്കടത്തിന് വഴിവെക്കും. സ്വന്തം കഴിവിൽ വിശ്വാസക്കുറവ്, വിമർശനം എന്നിവ ഒഴിവാക്കേണ്ട ശീലമാണ്. പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്ന ദുശീലമാണ് ഇത്. അമിതമായ സങ്കടം, ആത്മാഭിമാനക്കുറവ്, ആത്മവിശ്വാസക്കുറവ്, നിസ്സഹായത എന്നിവയ്ക്ക് ഇത് കാരണമാകും. സ്വയം സ്നേഹിക്കാനും പൊറുക്കാനും അംഗീകരിക്കാനും അലിവ് തോന്നാനും പഠിക്കുക. കൂടുതൽ പോസിറ്റീവായി മാത്രം ചിന്തിക്കുക. അമിത ജോലി, സ്ട്രെസ്. അമിതമായ സ്ട്രെസ്, അമിത ജോലി എന്നിവയും വൈകാരികമായ തളർച്ചയിലേക്കും വിരക്തിയിലേക്കും അസംതൃപ്തിയിലേക്കും നയിക്കും. ഇത് സങ്കടം ഉണ്ടാക്കും. ജോലി സമയം കൃത്യമായി നിർവചിക്കുകയും അത് പാലിക്കുകയും ചെയ്യുക.
സ്വന്തം കാര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും കുടുംബത്തിനോടൊപ്പം ചിലവഴിക്കാനും സമയം കണ്ടെത്തുക. ജോലികൾ മുൻഗണനാ ക്രമത്തിൽ പൂർത്തിയാക്കുക. സ്ട്രെസ് കുറയ്ക്കുന്നതിന് ധ്യാനവും ശ്വസന ക്രിയകൾ എന്നിവ പരിശീലിക്കുക. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.